ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണ് എന്നുള്ളത്, എന്തെല്ലാം യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കണേ. ഓക്കെ, എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണ് ഇന്ന ദിവസം ഉള്ളതെന്ന് നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നേ ദിവസം ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പേജ് ഓഫ് വാൺസ്, ജസ്റ്റിസ്, ദ എംപറർ, സ്ട്രെങ്ത്, പേജ് ഓഫ് സോർഡ്സ്, Ace of Swords, Five of Cups, the Chariot and Knight of Swords. അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ള എനർജീസ്. ക്യൂൺ ഓഫ് സ്വോർഡ്സ് ആണ് ബോട്ടം ഡെക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഇത് കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും. മാത്രമല്ല, നമ്മൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ കൃത്യമായി ഉറച്ചു നിൽക്കാൻ സാധ്യതയുള്ള ദിവസമായിട്ടാണ് ക്യൂൺ ഓഫ് സ്വോർഡ്സിൻ്റെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഭയപ്പെടത്തില്ല. നമുക്ക് എന്ത് പറയാനുണ്ടോ അത് മുഖത്ത് നോക്കി പറയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളൊന്നും മയപ്പെട്ട് സംസാരിച്ചില്ല എങ്കിൽ നമ്മുടെ ഒരു ടോണൽ വേരിയേഷൻ പോലും അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാം. ചിലരുടെ സൗണ്ട് കുറച്ചൊരു റഫായിട്ടുള്ള സൗണ്ട് ആണെങ്കിൽ അവിടെ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ടോണൽ വേരിയേഷൻ കാരണം തന്നെ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. നമ്മൾ പറയുന്നത് ദേഷ്യപ്പെട്ടിട്ടാണെന്ന് വിചാരിച്ചിട്ട് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ടോണൽ വേരിയേഷൻ കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഇന്ന് ആരുടെ മുമ്പിലും തലകുനിക്കാൻ തയ്യാറല്ല. നിങ്ങളിന്ന് ആർക്ക് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അതുപോലെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളിന്ന് മറ്റുള്ളവരോട് കലഹിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വെട്ടൊന്നും മുറിരണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പം ഇപ്പം നമ്മളൊരു ഗൈഡൻസ് കിട്ടുമല്ലോ, ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പം നമ്മൾ കുറച്ചും കൂടെ സട്ടിലായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതൊക്കെ മൈനർ അർക്കാന കാർഡ്സാണ്. നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നമുക്കിതൊക്കെ മാറ്റാനായിട്ട് പറ്റും. അതാണ് ഓവറോൾ എനർജിയിൽ ക്വീൻ ഓഫ് സ്വോർഡ്സ് വരുമ്പോൾ പറയാനുള്ളത്. കുറച്ച് കാർക്കശ്യുള്ള ഒരാളായിട്ടായിരിക്കും ഇന്നത്തെ ദിവസം ബിഹേവ് ചെയ്യുന്നത്, ആണായാലും പെണ്ണായാലും കേട്ടോ. അതാണ് ഫസ്റ്റ് കാർഡ്, അതാണ് ബോട്ടം ഓവറോൾ എനർജി, അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. പുതിയൊരു ജോബ് ഓഫർ ആയിരിക്കാം, ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഓപ്പൺ ആവുമെന്നാണ്. നിങ്ങൾക്ക് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങൾക്ക് സമ്മാനങ്ങൾ വന്നു കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന സമ്മാനങ്ങൾ വന്നു കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. അതുപോലെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗം ഇന്നേ ദിവസം, നിങ്ങളൊരു ഓണ്ടർപ്രണർ ആണെങ്കിൽ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളിലേക്ക് ഒരു മൂല്യമുള്ള ഒരാളായിരിക്കാം, ഒരു എന്തെങ്കിലും ഒരു മൂല്യമുള്ള വസ്തുവായിരിക്കും നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നൊരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. വാക്ക് പറയുക, ഒരു വാക്ക് പറയുക, ആ വാക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു വാക്ക് കിട്ടുക, അതൊക്കെയാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇത് നമ്മൾ പറയുന്നത്, നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് പലവിധ പ്രതിബന്ധങ്ങളിലൂടെ പോയപ്പോൾ നിങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം സ്ട്രഗിൾഡ് ആയ സമയത്ത് നിങ്ങൾ വേണ്ടെന്ന് വെച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ അതിനെ വീണ്ടും നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നു, അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ്. അതായത് പാഷൻ പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഏതൊരു പാഷനെ നിങ്ങളിന്ന് വീണ്ടും എന്താണ് കുറച്ചും കൂടെ കാര്യക്ഷമതയോടുകൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ്.
നിങ്ങൾ കുറച്ച് വളരെ പാഷനേറ്റ് ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടുക, കൂടുതൽ റിസ്ക് എടുക്കുക, അതൊക്കെയാണ് ഈ പേജ് ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. വളരെ പാഷനേറ്റ് ആണ് ആ കാര്യത്തിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഇന്ന് ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മിക്കവാറും അത് മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയൊരു കാര്യമാകാൻ സാധ്യതയുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിനെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഷനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് കാണുന്നുണ്ട്. അതാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. പുതിയൊരു തുടക്കമാണ് കേട്ടോ. നിങ്ങളുടെ ഒരു പാഷനെ, നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാഷനെ നിങ്ങൾ ചേസ് ചെയ്യാനായിട്ട് ഇന്ന് വീണ്ടും ചേസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ജസ്റ്റിസിൻ്റെ കാർഡാണ്. നിങ്ങൾ ഇന്ന് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രൂത്ത് ഉണ്ടല്ലോ, ആ ട്രൂത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. നിങ്ങൾ കൃത്യമായി സത്യസന്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യം നിങ്ങൾക്ക് നേരെ തന്നെ തിരിയും എന്നുള്ളതാണ്. നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും കള്ളം പറയാതിരുന്നാൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നീതി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നീതി ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് നീതിക്ക് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത്, എന്ത് നീതി പ്രതീക്ഷിച്ചാണോ നിങ്ങൾ ടാരോസ് കാണുന്നത്, ഈ റീഡിങ്സ് ഒക്കെ കാണുന്നത്, അവിടെ ഒരു നീതി നടപ്പിലാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഏത് നീതിക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ടെന്നാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് എംപററിൻ്റെ എനർജിയാണ്. ഇന്ന് കുറച്ച് ഈഗോയിസ്റ്റൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് പവർഫുൾ ആയിരിക്കും, കുറച്ച് സ്ട്രക്ചേർഡ് ആയിരിക്കും. നിങ്ങൾ സ്ട്രക്ചർലെസ് ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ വീടായാലും ഓഫീസായാലും നിങ്ങൾ വർക്ക് പ്ലേസ് ആയാലും എവിടെ ആയാലും നിങ്ങൾക്ക് എന്തൊരു സ്ട്രക്ചർ ഇല്ലാതെ ഒരു അടുക്ക് ഇല്ലാതെയാണ് ഉള്ളതെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അവിടെ ഫുള്ള് സ്ട്രക്ചേർഡ് ആക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ലൈഫിൻ്റെ അതോറിറ്റി നമ്മളാണ് എന്ന വ്യക്തമായ ധാരണ നമുക്ക് വരുമ്പം നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായി നടപ്പിലാക്കാൻ തീരുമാനിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാകുമ്പോൾ, അവിടെ ഷെയർ ചെയ്യാൻ മറ്റാരും ഇല്ലയെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മളത് വളരെ സത്യസന്ധമായിട്ട് കാര്യക്ഷമമായിട്ട് അത് ഏറ്റെടുത്ത് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നടത്താനായിട്ട് തീരുമാനിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നേ ദിവസം എംപററിൻ്റെ എനർജി ആയിരിക്കും. അപ്പോൾ നമ്മളാണ് രാജാവ്, അപ്പോൾ നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ അത്ര കൃത്യമായിട്ട് നിങ്ങൾ ഇന്നേ ദിവസം വർക്ക് ചെയ്യുമെന്നാണ്. വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, നിങ്ങൾ കുറച്ച് അതോറിറ്റേറ്റീവ് ആയിരിക്കും, പവർഫുള്ളായിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിന്ന് കുറച്ചധികം എഫേർട്ട് ഇടാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം എഫേർട്ട്, കുറച്ചധികം ജോലികളൊക്കെ ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. വർക്ക് പ്ലേസിലാണെങ്കിലും നിങ്ങൾ കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് എംപറർ പറയുന്നത്. നെക്സ്റ്റ് സ്ട്രെങ്ത് കാർഡാണ്. അതായത് ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ദേഷ്യപ്പെടാനാണെങ്കിൽ പെട്ടെന്ന് പറ്റും, പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ വളരെ സോഫ്റ്റായിട്ട് അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസൊക്കെ ഒന്ന് കാണിക്കാൻ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കാൻ ഒക്കെ നമ്മൾ പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാവുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടു ഓവറോൾ എനർജി ക്വീൻ ഓഫ് സ്വോർഡാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കാനും കൂടെ നിങ്ങൾ പഠിക്കുക. അത് കുറച്ച് അധികം ശ്രമം അല്ലെങ്കിൽ കുറച്ചധികം ക്ഷമ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് ആവശ്യമാണ്, കുറച്ച് ക്ഷമയോടുകൂടി ചില ആളുകളെ ഡീൽ ചെയ്യാനായിട്ട്, ചില സാഹചര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിന്ന് കുറച്ച് ക്ഷമയോടുകൂടി പ്രവർത്തിക്കേണ്ടി വരും, കുറച്ച് സ്ട്രെങ്ത് നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ നിന്നും ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പാസ്റ്റ് ലൈഫിൽ നിന്ന് ചിലപ്പം ഈ ജന്മത്തിൽ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ട് പോയിട്ടുള്ള ആളുകളാകാം, പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള ആളാകാം, ചതിച്ചിട്ടുള്ള ആളാകാം, വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ള ആളാകാം, നിങ്ങളുടെ എല്ലാ സന്തോഷവും കവർന്നെടുത്ത് പോയിട്ട് നിങ്ങളെ തനിച്ചാക്കി പോയിട്ടുള്ള ആളുകളാവാം. അങ്ങനെ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഈ ജന്മത്തിലാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരാൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവർ ശരിക്കും നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ആളുകളോട് വല്ലാത്തൊരു വെറുപ്പായിരിക്കും ഫസ്റ്റ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഇവരെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇവരെ കാത്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്നൊരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസമാണ് എന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയം കാണും ഒരു തീരുമാനം എടുക്കാൻ. കാരണം മുൻപ് നിങ്ങൾ മുറിവേറ്റിട്ടുള്ള ആളാണ്, മുൻപ് നിങ്ങൾ വീണ് പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടൊരു തീരുമാനം എടുക്കാൻ സാധ്യത കുറവാണ്. നിങ്ങൾക്കൊരു പേടി കാണും ഇന്നേ ദിവസം. എന്ത് ചെയ്യണം, രണ്ട് ഓപ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ഒരു സാധ്യതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പേടി തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം
നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണോ എന്ന് നോക്കുക. എങ്കിൽ മാത്രം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ മുൻപുണ്ടായ വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രം അതിൽ നിന്ന് നിങ്ങൾ പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുക. ഓക്കെ, ഇന്ന് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ എന്തെങ്കിലും ഒരു ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ പുതിയ പ്രോജക്റ്റുകൾ നടത്തുക, റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഇന്ന് സാധ്യതകളാണ്. ചിലപ്പോൾ നിങ്ങൾ റിസ്ക് ആണ് എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് റിസ്ക് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. പണ്ടൊരു റിസ്ക് എടുത്തതിൻ്റെ വേദന ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കാണും. ആ റിസ്ക് ഒന്ന് ഓർത്തതിന് ശേഷം മാത്രമേ എടുത്തു ചാടാൻ പാടുള്ളൂ. കാലം അനുകൂലമല്ല എങ്കിൽ നിങ്ങൾ പിന്തിരിയുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം, പുതിയ ഐഡിയാസ് വരുന്നതാവാം. അതൊക്കെയാണ് പേജ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പം ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവുന്നതാണ്. കുറുക്കി കൊള്ളുന്ന ശരങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അതായത് ആർഗ്യുമെൻറ്റ് ചെയ്യുക, നമ്മളെ വേദനിപ്പിക്കുക, ഹേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. ഒരു ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെന്താണ്, ഒരു പുതിയ തുടക്കമാണ് ഏസ് ഓഫ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു നല്ല ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി വരാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് ഏസ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഉണ്ടാക്കുക, അതിനുശേഷം മാത്രം മുന്നോട്ട് പോവുക എന്നാണ്. ഏതൊരു പുതിയ ഐഡിയ വന്നാലും, ഏതൊരു പുതിയ ആശയം, പുതിയ പ്രോജക്റ്റ്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോഴും ആദ്യം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക, അതിനുശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ആ ആശയം മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ കുറേ അധികം ആലോചിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഏസ് ഓഫ് സ്വോർഡ്സ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയൊരു ആശയം മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പുതിയൊരു ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, നെക്സ്റ്റ് 5 ഓഫ് കപ്സ് ആണ്. കുറച്ച് പേർക്ക് ഒരു നഷ്ടബോധത്തിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിൽ വല്ലാത്തൊരു ഹെവിനെസ്, മൂഡ് സ്വിങ്സ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ വളരെ നിങ്ങളുടേതെന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാവാം. നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാവാം. അപ്പോൾ നിങ്ങളൊരു കടുത്ത ഡിപ്രഷനിലേക്കൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മാനസിക വിഷമം, മാനസിക സംഘർഷം, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നു. ചിലപ്പോൾ നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത പോലും നിങ്ങളെ വളരെ ഒരു വേദന ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 5 ഓഫ് കപ്സിൻ്റെ എനർജി. ഇതൊരു പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു പോയതാണ് ലൈഫിൽ. ഇന്നേ ദിവസം വീണ്ടും നിങ്ങളൊരു മൂഡ് സ്വിങ്സിൽ അതൊക്കെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയും പഴയ കാര്യങ്ങളെ ഓർത്ത് വേദനിക്കുകയും വിഷമിക്കുകയും കരയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. അതൊക്കെ കഴിഞ്ഞു പോയതാണ്. അതൊക്കെ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ മറന്നു കളയുക. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുക. പുതിയ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ചാരിറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നടക്കില്ല എന്ന് 100% നിങ്ങൾ ഉറപ്പിച്ച കാര്യമായിരിക്കും. പക്ഷേ അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊരു യാത്രയുടെ കാർഡും കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു യാത്രയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്ത് വളരെ സന്തോഷമുള്ള ഒരാൾ, ചിലപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരാൾ യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ്. പക്ഷേ എന്നാൽ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് ഉണ്ടാകാനും യാത്ര ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളതായിട്ടാണ് ചാരിറ്റ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഒരുപാട് ആലോചനയ്ക്ക് ശേഷം പഴയ പാഠങ്ങളിൽ നിന്ന്, പഴയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ചാരിറ്റി പറയുന്നത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു മൂവ്മെൻറ്റ് വേണം, ഒരു യാത്ര വേണം. നിങ്ങളാകെ കലുഷിതമായ മനസ്സുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു ട്രിപ്പ് പോകൂ, ജസ്റ്റ് ഒരു ഔട്ടിംഗ് ഒക്കെ പോകാനാണ് ഈ ചാരിറ്റിൻ്റെ എനർജി പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് നൈറ്റ് ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് തീരുമാനം എടുത്ത് ക്വിക്ക് ആക്ഷൻ എടുക്കുന്ന ഒരാളാണ് നൈറ്റ് ഓഫ്
സ്വോർഡ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനായിരിക്കും, വളരെ ക്വിക്ക് ആക്ഷൻ എടുക്കുന്ന ആളായിരിക്കും. പക്ഷേ അവിടെ ഒരു പാഷനില്ല, ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, വളരെ എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കും, പക്ഷേ അവിടെ ഒരു പാഷനില്ല. പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കണം എന്നല്ലാതെ അതിനകത്ത് കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യണം, അല്ലെങ്കിൽ വളരെ അഭിനിവേശത്തോടുകൂടി ആവേശത്തോടുകൂടി ജോലി ചെയ്യണം എന്നൊന്നുമില്ല. ജോലി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കുറേ അധികം ജോലികൾ ഇന്നേ ദിവസം ചെയ്യാനും സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. ബോട്ടം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ക്വീൻ ഓഫ് സ്വോർഡിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിലൊരു ഇന്ന് ഒരു മൂവ്മെൻ്റ് ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. മൊത്തത്തിലൊരു നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ, ഏസ് ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്, ഏസ് ഓഫ് സ്വോർഡ് ഉണ്ട്, പേജ് ഓഫ് സ്വോർഡ് ഉണ്ട്, പേജ് ഓഫ് വാണ്ട് ഉണ്ട്. ഒരുപാട് പുതിയ തുടക്കങ്ങളുള്ളൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതുപോലെ നൈറ്റ് ഉണ്ട്, ചാരിയറ്റ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള വളരെ മൂവ്മെൻ്റ് ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പുതിയ അവസരങ്ങൾ, ഫസ്റ്റ് കാർഡ് തന്നെ ഓപ്പർച്യൂണിറ്റിയുടെ കാർഡായിരുന്നു. ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലേക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇന്ന ദിവസം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടെന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. 2 ഹെൽപ്ഫുൾ പീപ്പിളാണ്. നിങ്ങളെ സഹായിക്കാൻ ഇന്ന് ആളുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു കാര്യങ്ങൾ മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇന്ന് ആളുകൾ തയ്യാറായി വരുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബിഗ് ഹാപ്പി ചേഞ്ചസ്, വളരെ മനോഹരമായ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുവെന്നാണ് പറയുന്നത്. റിക്കവറിയാണ്. നിങ്ങൾ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റക്കായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് റിക്കവേർഡ് ആവുന്നു, നിങ്ങൾ ആ മാനസിക നിലയിൽ നിന്ന് റിക്കവേർഡ് ആവുന്നു, നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ചാരിറ്റി പറഞ്ഞത്. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാത്തടത്തോളം ഒരു മൂവ്മെൻറ്റ് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തന്നെയാണ് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനാണ് ചാരിറ്റിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണുള്ളത്? ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണുള്ളത്? ഫസ്റ്റ് കാർഡ് മേക്ക് ദ എഫേർട്ടാണ്. നിങ്ങൾ ഇടേണ്ടുന്ന എഫേർട്ട് നിങ്ങൾ തന്നെ ഇടണം. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ തന്നെ എഫേർട്ട് ഇടണമെന്നാണ് പറയുന്നത്. റിലീസ് യുവർ എക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ പാസ്റ്റിലത്തെ ട്രോമാസിനെയൊക്കെ നിങ്ങൾ അടിച്ചു കഴുകി കളയുക. അവിടെ പനിനീര് തെളിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ്. പാസ്റ്റിലത്തെ ട്രോമാസിനെയൊക്കെ നിങ്ങൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുമെങ്കിൽ മാത്രമാണ് നല്ല നല്ല ന്യൂ ലവ് എനർജീസ് അവിടെ വരികയുള്ളൂ. നെക്സ്റ്റ് പാഷനാണ്. നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ സോള് വളരെ പാഷനേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഈ ലൈഫ് നിങ്ങളിൽ ഗെറ്റിംഗ് ബാക്ക് ടു ഇറ്റ് വിൽ കം ബാക്ക് ടു യു. നെക്സ്റ്റ്, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ആണ്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള സെൽഫിനെ നിങ്ങൾ മറ്റുള്ളവർ മീൻസ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ട്രൂ സെൽഫ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ബിക്കോസ് നാളെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് ചെയ്തിട്ടുണ്ടാകാം എന്നൊരു സംശയം മറ്റേ ആൾക്കുണ്ടാകും. അപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഒരിക്കലും നിൽക്കേണ്ടി വരരുത്. ഒരിക്കലും അവരത് ചെയ്യില്ല എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുന്ന രീതിയിൽ അത്രയും ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ ഭാഗം. നിങ്ങൾ അത്രത്തോളം ഇൻഡെപ്തിൽ സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ഇന്നതാണ് എന്ന് നമുക്ക് നമ്മുടെ കൂടെ മറ്റേ ആൾ നിൽക്കത്തുള്ളൂ. അപ്പം അതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ 12 പോർട്ടൽ എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി പല പോർട്ടൽസും ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ സർവീസറിനെ അനുഗ്രഹിക്കട്ടെ. യൂണിവേഴ്സ് നിങ്ങളുടെ എല്ലാം കൂടെയുണ്ട്. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അത് എത്രത്തോളം ഇൻറ്റൻസ് ആണോ അത്രത്തോളം അത് സാധിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ അത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയാനുള്ളത്. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാനുള്ളവർ ഹൈപ്പ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.